ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് മൊബൈൽ ഫോൺ ഉപയോഗിച്ചിട്ടുള്ള ഒരു പ്രോജക്ടറാണ്. അതായത് കുട്ടികൾക്കൊക്കെ വേണ്ടിയിട്ട് വീട്ടിലുണ്ടാക്കാൻ പറ്റുന്ന ഒരു പ്രോജക്ടർ. എങ്ങനെ ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാം. ഇതിനായിട്ട് നമുക്ക് വേണ്ടത് 2 ബോക്സ്, അതായത് ഷൂസിൻ്റെ ചെരുപ്പിൻ്റെ 2 ബോക്സാണ് നമുക്ക് വേണ്ടത്. അതുപോലെ തന്നെ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ബ്ലേഡ്, പിന്നെ മാഗ്നിഫൈ ലെൻസ് ഇല്ലാത്തവർക്ക് പഴയ ബൾബ് എടുത്തിട്ട് അതിൻ്റെ മോൾ ഭാഗം കട്ട് ചെയ്തിട്ട് വെള്ളം നിറച്ചാൽ അത് ലെൻസായിട്ട് കാണാൻ പറ്റും. നമുക്ക് പണ്ട് കാലങ്ങളിലൊക്കെ നമ്മളിത് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഒട്ടിക്കാൻ വേണ്ടിയിട്ട് ഒരു മാസ്കിംഗ് ടാപ്പ്. ആദ്യം തന്നെ നമ്മൾ ലെൻസ് വെക്കാൻ വേണ്ടിയിട്ട് ബോക്സിൻ്റെ മുൻഭാഗം കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ ലെൻസ് വെച്ചിട്ട് അളവ് മാർക്ക് ചെയ്യുക. എന്നിട്ട് അതിനേക്കാൾ കുറച്ച് ചെറിയ സൈസിലാണ് നമ്മൾ ഹോൾസ് കട്ട് ചെയ്തെടുക്കേണ്ടത്. അങ്ങനെ നമ്മൾ ഹോൾസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ലെൻസ് വെക്കണം. ലെൻസ് വെക്കുമ്പോൾ അത് ഫിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ചെറിയ നൂലോ അല്ലെങ്കിൽ അതുപോലെയുള്ള കമ്പിയൊക്കെ വെച്ചിട്ട് അത് ഒന്ന് ടൈറ്റാക്കി കൊടുക്കണം. അങ്ങനെ നമ്മൾ ലെൻസ് ഫിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി 2 ബോക്സിൻ്റെയും ഓരോ ഭാഗങ്ങൾ കട്ട് ചെയ്തെടുക്കുക. എന്നിട്ട് അത് രണ്ടും ജോയിൻ്റ് ചെയ്യുക. നമ്മൾ മാസ്കിംഗ് ടാപ്പ് ഉപയോഗിച്ചിട്ട് ഒട്ടിക്കുക ആ ഭാഗങ്ങൾ. അങ്ങനെ നമ്മുടെ പ്രോജക്ടർ റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ മൊബൈൽ അതിൻ്റെ ഉള്ളിൽ വെക്കേണ്ടത് എങ്ങനെയാണെന്ന് നോക്കാം. ഒരു ചെറിയൊരു സ്റ്റാൻഡ് നമ്മൾ ഉണ്ടാക്കണം. അതിന് വേണ്ടിയിട്ട് ബോട്ടിൽസിൻ്റെ മൂടി എടുത്തിട്ട് ഇതുപോലെ വീഡിയോയിൽ കാണുന്നത് പോലെ കട്ട് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ മൊബൈൽ വെക്കാൻ സുഖമാണ്. മൊബൈൽ സ്റ്റാൻഡായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും.
ഇനി നമ്മൾ ചെയ്യേണ്ടത് നമുക്ക് ഏത് വീഡിയോ ആണോ പ്ലേ ചെയ്യേണ്ടത് അത് ഓപ്പൺ ചെയ്യുക. അതിനുശേഷം നമ്മൾ സ്ക്രീനിൽ കാണുന്നത് പോലെ ഡിസ്പ്ലേ എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. പിന്നെ സ്ക്രീൻ റൊട്ടേഷൻ ഉണ്ട്, അതും ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇതുപോലെയാണ് നമ്മൾ സ്റ്റാൻഡിൻ്റെ മുകളിൽ മൊബൈൽ വെക്കേണ്ടത്. പിന്നെ ഒരു കാര്യം നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം, നമ്മൾ വീഡിയോ പ്ലേ ചെയ്യുമ്പോൾ ഏറ്റവും ഇരുട്ടുള്ള റൂമാണ് നമ്മൾ സെലക്ട് ചെയ്യേണ്ടത്. അതുപോലെ തന്നെ സ്ക്രീന് വൈറ്റ് ആയിരിക്കാനും പ്രത്യേകം ശ്രദ്ധിക്കുക. മൊബൈലിൻ്റെ ബ്രൈറ്റ്നസ് മാക്സിമം നമ്മൾ കൂട്ടി വെക്കുകയും വേണം. ഇനി നമുക്ക് വീഡിയോ പ്ലേ ചെയ്ത് നോക്കാം എങ്ങനെയാണ് സ്ക്രീനിൽ വരുന്നതെന്ന്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ കുട്ടികൾക്ക് ഇതുപോലെ ഉണ്ടാക്കി കൊടുക്കുകയും ചെയ്യുക. ഓക്കെ, അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.